ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യാസ് വേൾഡ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിതേ ഇവിടെ സിൽവർ സ്റ്റോമിക്ക് വന്നേക്കാണ്, അതിരപ്പള്ളിയിലാണ്. അപ്പോൾ അതേ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. സിൽവർ സ്റ്റോമിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു, അതാരണം ഞങ്ങൾ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതേ ഇതാണ്, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് സ്നോ സ്റ്റോമിലേക്കാണ്. സ്നോ സ്റ്റോം ഞാൻ ഇതുവരെ കയറിയിട്ടില്ലാത്ത കാരണം ഞാൻ വാട്ടർ തീം പാർക്കിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്നോ സ്റ്റോമിൽ അങ്ങനെ കയറിയിട്ടില്ല. അത് കാരണം നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതേ ഫസ്റ്റ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും, പക്ഷെ നമ്മൾ സോക്സ് കൊണ്ടുപോകണം. സോക്സ് അവർ പ്രൊവൈഡ് ചെയ്യില്ല, അതെന്തായാലും കമ്പൽസറിയാണ്. അപ്പോൾ അതേ അവർ ജാക്കറ്റും ഷൂസും ബൂട്ട്സും ഗ്ലൗസൊക്കെ ഇടും. അല്ലുവിന് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതേ ഞങ്ങളെ എൻട്രൻസിൽ നിർത്തിയേക്കാണ്. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ കയറുമ്പോൾ നമുക്ക് 45 മിനിറ്റ്സ് ആണുള്ളത് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതേ ഞങ്ങളെ കയറ്റിയിട്ടുണ്ട്. ഞങ്ങളതേ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അണ്ടർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, -10 ഡിഗ്രി ആണ്, -10 ഡിഗ്രി. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാപ്പ് ഇടാണ്ടൊക്കെയാണ് പോയത്, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ചെവിടിക്കൊക്കെ നല്ല കാറ്റടിക്കണ്ടായിരുന്നു. കണ്ടപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലൊക്കെ എൻട്രൻസിൽ നിന്നിട്ട് കളിക്കുമായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ദേ അവിടെ ഒരു കുഞ്ഞ് റൈഡ് ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കയറി. അത് ഇത്തിരി നേരം ഉണ്ടായുള്ളൂ. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ സ്നോ ആണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ മോളിൽ ഇത്തിരി ബ്രിഡ്ജ് പോലത്തെ ഒക്കെ ഇത്തിരി ആയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അല്ലോ ആ പാർക്കിലൊക്കെ ഇത്തിരി നേരം കളിച്ചു. പിന്നെ ഇതാണ് ഗൈസ് ബ്രിഡ്ജ്. പിന്നെ വായക്കോടൊക്കെ നല്ല തണുപ്പ് പോകുന്നുണ്ടായിരുന്നു, പുക പോലെ. പിന്നെ അതേ ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റത്തിൽ കയറി, അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, മുട്ടോന്ന് ചോദിച്ചിട്ട്. അവിടെ ഇത്തിരി ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കണ അതിൽ മുട്ടോന്ന് ചോദിച്ചിട്ട്. പിന്നെ DJ ഉണ്ടായിരുന്നു, DJ നല്ല രസമുണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ സ്നോ സ്റ്റോമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കാലൊക്കെ മരവിച്ച് എന്താണെന്നറിയില്ല. അതേപോലെ ഞങ്ങൾ സ്നോ സ്റ്റോമിൽ കയറാൻ പോവുകയാണ്. അല്ല എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഓക്കെ, സ്നോയിൽ കളിച്ചില്ലേ? പിന്നെ ഞങ്ങൾ സിൽവർ സ്റ്റോമിലേക്ക് കയറി. സിൽവർ സ്റ്റോമിൽ ഞാൻ വാട്ടർ തീം പാർക്സിലൊക്കെ പോയിട്ടുള്ള കാരണം ഞാൻ നോർമലാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു ട്രെയിനൊന്നും പറയാൻ പറ്റില്ല, ഒരു റോളർ കോസ്റ്റർ ഒന്നും പറയാൻ പറ്റില്ല, ഒരു മോളിൽ കൂടെ പോണ ഒരു റൈഡ് ഉണ്ട്, അതിൽ കൂടെ കയറി. അതിൽ നമ്മൾ ഫസ്റ്റ് കയറി എന്തൊക്കെയോ ഉള്ളതെന്ന് കാണാം. ഞങ്ങൾ സാറ്റർഡേ പോയ കാരണം അത്യാവശ്യം കൂടുതൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി നേരം ഇരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഈ സിൽവർ സ്റ്റോമിലും സ്നോ സ്റ്റോമിലൊക്കെ തിരക്കുണ്ടാവില്ല എന്ന്, പക്ഷേ സാറ്റർഡേ ആയിരുന്നു കുറേ സ്കൂളുകളിൽ നിന്നൊക്കെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായി ഇതിങ്ങനെ മിറർ മേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മിറർ മേസിക്ക് പോയത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ അവിടെ മിറർ മേസിൻ്റെ കൂടെ ഹോണ്ടഡ് ഹൗസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോണ്ടഡ് ഹൗസിന് ഇറങ്ങി വന്നു, അതിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതേ ഇങ്ങനെ ഒരു ഗാലക്സി പോലത്തെ ഒരു ഐറ്റമാണ് ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇത്തിരി നേരം തല കറങ്ങി കിളി പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും രസം ഉണ്ടാവുന്നത്. അത് ഇങ്ങനെ റൗണ്ട് ചെയ്യാറുണ്ട്, നമുക്ക് തലയൊക്കെ കറങ്ങട്ടായിട്ട്. പിന്നെ അതേ ഞങ്ങൾ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ കാറിൽ കയറി. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഡ്രൈ റൈഡ്സിൽ കയറണം. നമ്മൾ പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കയറാൻ പറ്റൂല. അപ്പോൾ ഈ ഡ്രൈ റൈഡ്സിൽ അവർ കയറ്റൂല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മാക്സിമം ഡ്രൈ റൈഡ്സിൽ കയറി അടിച്ച് പൊളിച്ചു. അപ്പോൾ അതേ പെഡലിംഗ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചവിട്ടി വയ്യാണ്ടായി ഗൈസ്, അത് നീങ്ങണം കൂടി ഉണ്ടായില്ല. അതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂളിക്കൊക്കെ പോയി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, ഞങ്ങൾ ഫോൺ കൊണ്ടുപോയില്ല. കാരണം നനയോന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. ഞങ്ങൾ അടിച്ച് പൊളിച്ച് ആറുമതിച്ച് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ പിന്നെ ചൈനീസ് വില്ലേജ് എന്ന് പറഞ്ഞൊരു ഇതിന് പോയി.
ഇതൊക്കെയായിരുന്നു റൈഡുകൾ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേ അവിടെ ഒരു ബൗൺസിങ് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ട്രാംബുലീൻ പോലെ തന്നെ ഒരു ഇതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം അവിടെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുടിയൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയായിരുന്നു. അതൊക്കെ ഉണങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇത്തിരി റൈഡ്സിലൊക്കെ കയറി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചു. അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ഇത്ര താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.